ചെങ്ങായിമാർ എങ്ങോട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ രാവിലെ നീച്ചപ്പാട് സുലൈമാക്ക പറഞ്ഞു വണ്ടി സ്റ്റാർട്ടാക്കി കുമ്പറട്ടി നമുക്ക് ഇന്ന് സാധനം വാങ്ങാണ്ട് നേരെ വിട്ട് പച്ചക്കറി കടയ്ക്ക് ഞാൻ വണ്ടി സ്റ്റാർട്ടാക്കി സുലൈമാക്കാനും കയറ്റി നേരെ വിട്ടിട്ട് പച്ചക്കറി കടയ്ക്ക് എത്തിയപ്പോൾ നമ്മളെ ബഷീർക്ക് നമ്മളെ അഭിദിക്കുണ്ടായിരുന്നിട്ടാ വല്ലാത്ത ജാതി അങ്ങനെ സുലൈമാക്ക ഒരു സ്ഥലത്ത് നിന്ന് സാധനം പറഞ്ഞു തുടങ്ങിയപ്പോൾ നമ്മളൊരു സ്ഥലത്ത് നിന്ന് തിന്നു തുടങ്ങിയിട്ട് അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ പൈസയും കൊടുത്ത് ബില്ലും വാങ്ങി സാധനങ്ങളൊക്കെ പെട്ടിയിലാക്കിയതിന് ശേഷം അവർ വണ്ടിക്ക് വെക്കൽ തുടങ്ങിയിട്ട് അങ്ങനെ സുലൈമാക്ക ഒരു പെട്ടി എടുത്ത് നമ്മൾ ആബിദിക്ക് ഒരു പെട്ടി എടുത്ത് അതേപോലെ ബഷീർക്ക് ഒരു പെട്ടി എടുത്തിട്ട് നമ്മൾ വീട് എടുക്കുമ്പോൾ നമുക്ക് പെട്ടി എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ സാധനമൊക്കെ വണ്ടിയിൽ വെച്ചതിന് ശേഷം അവിടെ നിന്ന് നേരെ വിട്ട് നമ്മളെ ഗിഫ്റ്റ് മാർക്കറ്റിൽ പോയിട്ട് നമുക്ക് സാബും വാങ്ങാണ്ടായിരുന്നിട്ട് അങ്ങോട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ തരഞ്ഞു പിടിച്ചതിന് ശേഷം സാബും വാങ്ങിയതിന് ശേഷം നേരെ പൈസയും കൊടുത്ത് ബില്ലും വാങ്ങിയതിന് ശേഷം നേരെ വിട്ട് നമ്മളെ ജമീക്കുന്ന അന്നേരം വാങ്ങിയ സാധനം പോരാന്ന് അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സുലൈമാക്ക് അർബാൻ എടുത്തന്നെ കണക്ക് അപ്പൊ അർബാനുള്ള സാധനം ഫില്ലായി നമ്മള് സാധനം കൊടുത്ത് ബില്ലും വാങ്ങിയതിന് ശേഷം നേരെ വിട്ട് വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് മാമാന്റെ ഒരു വിളി മുരട്ടിയെ വണ്ടി സ്റ്റാർട്ടാക്കി നമുക്ക് ഹോസ്പിറ്റലിൽ പോകാണ്ട് ഇന്ന് ചെക്കപ്പ് ഉണ്ട് ഇട്ടാന്ന് അങ്ങനെ വണ്ടി സ്റ്റാർട്ടാക്കി മാമാനെ കയറ്റി നേരെ വിട്ടിട്ട് ഹോസ്പിറ്റലിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ ശേഷം വന്നപ്പോൾ തിരുമ്പിൽ കഴിഞ്ഞപ്പോഴാണ് ബാബാന്റെ ഒരു വീട്ടിൽ ഉമ്മറിട്ടിയെ വണ്ടി സ്റ്റാർട്ടാക്കി പള്ളിയിൽ പോവല്ലേ ഞാൻ വണ്ടി സ്റ്റാർട്ടാക്കി ബാബാനെ കയറ്റി നേരെ വിട്ടിട്ട പള്ളിക്കൊക്കെ അങ്ങനെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് എത്തിയപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടി ഫുഡ് കഴിക്കൽ കഴിഞ്ഞതിന് ശേഷം ഒറ്റ കിടത്താട്ട പിന്നീട് 4 മണിക്കാണ് മാമാന്റെ ഒരു വിളി ഉമ്മറിട്ടിയെ വണ്ടി സ്റ്റാർട്ടാക്കി സാധനം വാങ്ങിക്കൊണ്ടാണ്ട് അപ്പൊ സുലൈമാക്ക പറഞ്ഞ് ഗ്യാസ് എടുത്തോണ്ടാണ്ട് ഉമ്മറിട്ടിയെ അങ്ങനെ ഗ്യാസും കയറ്റി പൈസയും വാങ്ങിയ ശേഷം നേരെ വിട്ട് ബക്കാലെത്തി അവരെത്തി സംസാരിച്ചതിന് ശേഷം സോഡ വാങ്ങിയ ശേഷം നേരെ വിട്ടിട്ട പമ്പക്ക് പോകുമ്പോഴെ കാഴ്ചകൾ നോക്കി ഇങ്ങോട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ പമ്പിലെത്തിന്റെ ശേഷം നമ്മള് പൈസയും കൊടുത്തതിന് ശേഷം ഗ്യാസും കയറ്റിന്റെ ശേഷം നേരെ വിട്ട് നമ്മളെ സഫീർ മാൾക്ക് അവിടെ പോയതിന്റെ ശേഷം അവിടെ പാലും അതേപോലെ ലബം വാങ്ങാണ്ടായിരുന്നു സഫീർ മാളിനുള്ളിൽ എത്തിന്റെ ശേഷം പാലും ലബം വാങ്ങിയ ശേഷം പൈസയും കൊടുത്ത് ബില്ലും വാങ്ങിയ ശേഷം നേരെ വിട്ട് വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് 2 ഗ്യാസ് ഇന്നും എടുക്കാണ്ട് വാങ്ങിയ ഗ്യാസ് അവിടെ ഇറക്കിയതിന്റെ ശേഷം നമുക്ക് എന്താ നറുക്കുള്ള ഗ്യാസ് എടുത്തതിന്റെ ശേഷം നേരെ വിട്ട് പമ്പിൽ പോയതിന്റെ ശേഷം ഗ്യാസും വാങ്ങി നേരെ വിട്ട് വീട്ടിലേക്ക് എത്തി ഗ്യാസ് ഒക്കെ ഇറക്കി അപ്പോഴാണ് ബാബാന്റെ ഒരു വിളി മുരട്ടിയെ വണ്ടി സ്റ്റാർട്ടൊക്കെ പള്ളിയിൽ പോയല്ലേ ഞാൻ ബാബാനും കയറ്റി നേരെ വിട്ടിട്ട പള്ളിക്ക് അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയപ്പോ എത്രയുള്ള വീഡിയോ അടുത്ത മണിക്കാത്തക്ക ഓക്കെ ബൈ.